ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അയണൈസിങ് റേഡിയേഷനെ പറ്റിയാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. റേഡിയോ ഐസോട്ടോപ്പുകളെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അയണൈസിങ് റേഡിയേഷൻസ് ആർട്ടിഫിഷ്യലായിട്ടും നാച്ചുറലായിട്ടും നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുന്ന റേഡിയേഷൻസ് ആണ്. ഹൈ ടെമ്പറേച്ചറിൽ നാച്ചുറൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടും ആർട്ടിഫിഷ്യൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടും ഈ അയണൈസിങ് റേഡിയേഷൻസ് ജനറേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ആർട്ടിഫിഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് പ്രോസസ്സ് ആണല്ലോ. അപ്പം ന്യൂക്ലിയർ റിയാക്ഷൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ന്യൂക്ലിയർ റിയാക്ടറുകളിലൊക്കെ ഈ അയണൈസിങ് റേഡിയേഷൻസ് മനുഷ്യനിർമ്മിതമായിട്ട് ഫോം ചെയ്യാറുണ്ട്. പിന്നെ നേച്ചറിൽ ഈ കോസ്മിക് റേഡിയേഷൻസിലെല്ലാം തന്നെ സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷൻസിലെല്ലാം തന്നെ ഈ അയണൈസിങ് റേഡിയേഷൻസ് ഉണ്ട്. പിന്നെ ഈ സൂപ്പർനോവ എക്സ്പ്ലോഷൻ, അതുപോലെ തന്നെ ബ്ലാക്ക് ഹോൾ ഫോർമേഷൻ, അത് അപ്പം നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്നും എന്തോ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയുള്ള അയണൈസിങ് റേഡിയേഷൻസ് ഭൂമിയിലേക്ക് എത്താറുണ്ട്. അപ്പോൾ ഈ അയണൈസിങ് റേഡിയേഷൻസ് അത്ര വലിയ തോതിലൊന്നും ഭൂമിയിൽ എത്തുന്നില്ല എങ്കിൽ പോലും നമ്മൾ അതിന് എക്സ്പ്ലോഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ്. അപ്പോൾ അയണൈസിങ് റേഡിയേഷൻ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മിക്കവാറും ഒരു ഇലക്ട്രോൺ ലിബറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു അയണൈസിങ് റേഡിയേഷനെ ഒരു സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് അയണൈസിങ് റേഡിയേഷൻ്റെ ഒരു ഇൻഫ്ലുവൻസ് മൂലം ആ ഒരു എലമെൻറ്റിൽ നിന്ന് ആ ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ലിബറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഒരു എലമെൻറ്റിൽ നിന്ന് ലിബറേറ്റ് ചെയ്യപ്പെട്ടാൽ ആ എലമെൻറ്റിൻ്റെ സ്ട്രക്ചറിനെ മൊത്തം അത് ബാധിക്കും, അല്ല അതിൻ്റെ ആ കെമിക്കൽ പ്രോപ്പർട്ടിയെ മൊത്തം ബാധിക്കും, കെമിക്കൽ ബോൺസുകളെ ഓൾട്ടർ ചെയ്യും. അതുപോലെ അയോൺ പെയേഴ്സ് ആ ആറ്റത്തിൽ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ അയോൺ പെയേഴ്സ് കെമിക്കലി റിയാക്റ്റീവ് ആയിരിക്കും, കെമിക്കലി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അത് കെമിക്കൽ അതുപോലെ തന്നെ ബയോളജിക്കൽ ഡാമേജ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നു. അപ്പോൾ അതാണ് ഈ അയണൈസിങ് റേഡിയേഷൻ്റെ ഒരു ദൂഷ്യം എന്ന് പറഞ്ഞാൽ. അയണൈസിങ് റേഡിയേഷനെ ഏതെങ്കിലും ഒരു ആറ്റം അബ്സോർബ് ചെയ്യാൻ ഇടവന്നാൽ ആ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ആവുകയും അയോൺസുകൾ, അതുകൊണ്ടാണ് അയണൈസിങ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ റേഡിയേഷൻ്റെ ഇൻഫ്ലുവൻസിൽ അയോൺസ് ഫോം ചെയ്യുകയും, അയോൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അവ എന്ത് ചെയ്യുന്നു, കെമിക്കൽ ബോണ്ടുകളെയും അതുപോലെ തന്നെ ബയോളജിക്കൽ എലമെൻറ്റ്സ്, അതായത് DNA പോലെയുള്ള നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസിനെ തന്നെ ആൾട്ടർ ചെയ്യാനായിട്ട് കേപ്പബിളാണ് ഈ അയോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഫ്രീ റാഡിക്കിൾസിനെ ഒക്കെ ഈ അയണൈസിങ് റേഡിയേഷൻസിന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഡാമേജസ് നമ്മുടെ ലിവിങ് സിസ്റ്റത്തിൽ ഉണ്ടാക്കാനുള്ള കഴിവ് ഈ അയണൈസിങ് റേഡിയേഷൻസിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അയണൈസിങ് റേഡിയേഷൻ ഇതിനോടൊപ്പം തന്നെ പറയുന്നത്. അപ്പോൾ അയണൈസിങ് റേഡിയേഷനകത്തിൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആൽഫ, ബീറ്റ, ഗാമ റേസ്, അതുപോലെ കോസ്മിക് റേ, എക്സ്റേ, ഇതെല്ലാം തന്നെ അയണൈസിങ് റേഡിയേഷൻ. അപ്പം എക്സ്റേയും എന്തുവാണ്, അയണൈസിങ് റേഡിയേഷനാണ്. മനസ്സിലായോ കുഞ്ഞുങ്ങൾ അയണൈസിങ് റേഡിയേഷൻ എന്താണെന്ന്? അപ്പോൾ അയണൈസിങ് റേഡിയേഷൻ നാച്ചുറലായിട്ടും ഉണ്ടാവുന്നുണ്ട്, ആർട്ടിഫിഷ്യലായിട്ടും ഉണ്ടാവുന്നുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാവുന്നത് ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെയാണ് ആർട്ടിഫിഷ്യലായിട്ട് കൂടുതലായിട്ട് അയണൈസിങ് റേഡിയേഷൻ ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ ഈ എക്സ്റേ അയണൈസിങ് റേഡിയേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്റേ ഒക്കെ നമ്മൾ മെഡിക്കൽ പർപ്പസിലൊക്കെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് നാച്ചുറലായിട്ടും അയണൈസിങ് റേഡിയേഷൻസ് ഭൂമിയിൽ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ അത് അയണൈസ് ചെയ്യുന്നു, അത് ആറ്റത്തിനെ അയണൈസ് ചെയ്തിട്ട് അയോൺസ്, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള അയോൺസ് ഫോം ചെയ്യാനായിട്ട് കാരണമാകുന്നു. അത് കെമിക്കൽ ഡാമേജും ബയോളജിക്കൽ ഡാമേജും ഒക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള മോളിക്യൂൾസ് ആണ്, സബ്സ്റ്റൻസ് ആണ് ഈ അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ റേഡിയേഷൻ ആയിട്ടുള്ള ആൽഫ റേഡിയേഷനാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ആൽഫ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞു, റേഡിയോ ആക്ടിവിറ്റി പറഞ്ഞായിരുന്നു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആറ്റം, അത് പിന്നെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനൊപ്പം റേഡിയേഷൻ എമിറ്റ് ചെയ്യുമെന്ന്. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനാണ് ഈ ആൽഫ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേബിൾ ആവാനായിട്ട് ഒരു ആറ്റം തുനിയുമ്പോൾ അത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനൊപ്പം എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനാണ് ആൽഫ റേഡിയേഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു ആറ്റം ആൽഫ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്തിൽ പ്രോട്ടോൺസിൻ്റെ അളവ് ന്യൂട്രോൺസിൻ്റെ അളവിനേക്കാൾ കൂടുതലാവുമ്പോഴാണ്. പ്രോട്ടോൺസിൻ്റെ അളവ് എക്സസ് ആണ്, ന്യൂട്രോൺസിൻ്റെ അളവിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുന്നു,
ആ ഒരു ആറ്റം സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് എന്തിനെ എമിറ്റ് ചെയ്യുന്നു? ആൽഫ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രോട്ടോൺസിൻ്റെ അളവ് കൂടുതലാവുമ്പോഴാണ് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ന്യൂട്രോൺസ് ടു പ്രോട്ടോൺസ് ലോ ആവുമ്പോൾ, ന്യൂട്രോൺസും പ്രോട്ടോൺസും തമ്മിലുള്ള റേഷ്യോ ലോ ആണെന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ ആരാണ് കൂടുതൽ? പ്രോട്ടോൺസിൻ്റെ അളവാണ് കൂടുതൽ. പ്രോട്ടോൺസിൻ്റെ അളവ് കൂടുതലാവുമ്പോഴാണ് ഒരു അൺസ്റ്റേബിൾ ആറ്റം ആൽഫ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആൽഫ ഡി കെ എന്നാണ് പറയുന്നത്. ആൽഫ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതിന് ആൽഫ ഡി കെ എന്ന് പറയും. ആൽഫ ഡി കെ. അപ്പോൾ ആൽഫ റേഡിയേഷനെ നമ്മൾ ഒരു ഹീലിയം ആറ്റത്തിൻ്റെ സ്ട്രക്ചറുമായിട്ട് ഇക്വലൻ്റ് ആയിട്ടാണ് പറയുന്നത്. കാരണം ഹീലിയത്തിന് ഉള്ളതുപോലെ ആൽഫ റേഡിയേഷനും 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസുമാണ് ഉള്ളത്. അപ്പോൾ ഒരു ആൽഫ റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താ? അതൊരു മൂവിങ് പാർട്ടിക്കിളാണ്. ആൻഡ് ഇറ്റ് സ്ട്രക്ചർ ഈസ് ഇക്വലൻ്റ് ടു ദാറ്റ് ഓഫ് എ ഹീലിയം ആറ്റം കൺസിസ്റ്റിംഗ് ഓഫ് 2 പ്രോട്ടോൺസ് ആൻഡ് 2 ന്യൂട്രോൺസ്. അപ്പോൾ ആൽഫ റേഡിയേഷൻ എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി. എന്തോ ആൽഫ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആറ്റം, ആ ആറ്റത്തിൽ പ്രോട്ടോൺസിൻ്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ അത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് ആൽഫ റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്നു. ആൽഫ റേഡിയേഷൻ്റെ പ്രത്യേകത അത് ഹീലിയം ആറ്റത്തിന് ഇക്വലൻ്റ് ആണ്. അതിന് 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും ആണ് ഉള്ളത്. ഓക്കെ ആണോ? അപ്പോൾ ഹൈ അറ്റോമിക് നമ്പർ ഉള്ള എലമെൻറ്റ്സ് ആണ് കൂടുതലായിട്ട് ഈ ആൽഫ ഡി കെ കാണിക്കുന്നത്. അതായത് യുറേനിയം, ഓക്കെ, യുറേനിയം, റേഡിയം, തോറിയം പോലെയുള്ള എലമെൻറ്റ്സ് ആണ് ഈ ആൽഫ ഡി കെ കൂടുതലായിട്ടും കാണിക്കുന്നത്. അപ്പോൾ ഹൈ അറ്റോമിക് നമ്പേഴ്സ് ഉള്ള റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ആൽഫ ഡി കെക്ക് കൂടുതലായിട്ടും വിധേയമാകുന്നത്. നെക്സ്റ്റ് ഈസ് ബീറ്റ റേഡിയേഷൻ. ബീറ്റ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ പാർട്ടിക്കിൾസ് കൊണ്ടുണ്ടാക്കിയേക്കുന്ന റേഡിയേഷനാണ് ബീറ്റ റേഡിയേഷൻ എന്ന് പറയുന്നത്. ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുമ്പം അതിന് ഇലക്ട്രോൺസിൻ്റെ കൂട്ട് തന്നെയാണ്. അതിൻ്റെ മാസും ചാർജും ഒക്കെ ഇലക്ട്രോൺസിന് സമാനമാണ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ കൂട്ടുള്ള സെയിം മാസ് നമ്പറും അതുപോലെ ചാർജ്, നെഗറ്റീവ് ചാർജുമാണ് ബീറ്റ പാർട്ടിക്കിൾസിനുള്ളത്. അപ്പം ബീറ്റ പാർട്ടിക്കിൾസും ഇതുപോലെ റേഡിയോ ആക്റ്റീവ് ഡി കെയുടെ സമയത്ത് ആൽഫ എമിഷനോടൊപ്പം തന്നെ എമിറ്റ് ചെയ്യുന്ന മറ്റൊരു റേഡിയേഷനാണ്. അപ്പം ഈ ബീറ്റ പാർട്ടിക്കിൾ നമ്മൾ നേരത്തെ ഇലക്ട്രോൺസിൻ്റെ കൂട്ട് തന്നെ നെഗറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് ബീറ്റ റേഡിയേഷനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള, നമ്മൾ ഒറിജിനൽ ബീറ്റ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ നെഗട്രോൺസ് എന്ന് പറയും. നെഗട്രോൺസ്, NEGATRONS, നെഗട്രോൺസ്. അതുപോലെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള, അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ല, പക്ഷേ ഇവിടുത്തെ ബീറ്റ റേഡിയേഷൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ നമ്മൾ അതിനെ പോസിട്രോൺസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ബീറ്റ റേഡിയേഷൻ തന്നെ ഒന്നുകിൽ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആകാം അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആകാം. മിക്കവാറും അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. കാരണം ഇലക്ട്രോൺസിൻ്റെ അതേ ചാർജാണ് മിക്കവാറും ബീറ്റ റേഡിയേഷന് വരുന്നത്. അങ്ങനെയുള്ള ബീറ്റ റേഡിയേഷനെ നമ്മൾ നെഗട്രോൺസ് എന്നും, അതല്ല പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ അതിനെ പോസിട്രോൺസ് എന്നുമാണ് പറയുന്നത്. ഈ ബീറ്റ പാർട്ടിക്കിൾസിന് ആൽഫ പാർട്ടിക്കിൾസിനേക്കാൾ നന്നായിട്ട് മൂവ് ചെയ്യാനുള്ള ഫാസ്റ്റ് മൂവിങ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റാപ്പിഡായിട്ട് അത് മൂവ് ചെയ്യുന്നു. അതുപോലെ എയറിൽ കൂടുതൽ ദൂരം അത് ബീറ്റ ആൽഫയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റാപ്പിഡായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ദൂരം സഞ്ചരിക്കാനായിട്ട് പറ്റുന്നു. സ്മോളർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ സഞ്ചരിക്കാനും കൂടുതൽ ദൂരം കവർ ചെയ്യാനും ഒക്കെ പറ്റുന്നത്. പിന്നെ ആൽഫയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പെനട്രേറ്റിംഗ് പവറും കൂടുതലാണ്. ആൽഫ പാർട്ടിക്കിൾസിന് നമ്മുടെ സ്കിന്നിനെ ഒന്നും പെനട്രേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. ബീറ്റായ്ക്കും നമ്മുടെ സ്കിന്നിനെ ഒന്നും പെനട്രേറ്റ് ചെയ്യത്തില്ല. പക്ഷേ ആൽഫയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബീറ്റയ്ക്ക് കുറേയും കൂടെ പെനട്രേറ്റിംഗ് പവറാണ്. ക്ലോത്തിങ്സും ഗ്ലാസും അലൂമിനിയം ഒക്കെ ഈ ബീറ്റ റേഡിയേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലോത്തിങ്സിൽ കൂടോ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ കൂടോ അലൂമിനിയത്തിൽ കൂടോ ഒന്നും ബീറ്റ പെനട്രേറ്റ് ചെയ്ത് വരത്തില്ല. അപ്പോൾ ദേ ആർ ബ്ലോക്ക്ഡ് ബൈ ക്ലോത്തിങ്സ്, ഗ്ലാസ് ആൻഡ് അലൂമിനിയം. അപ്പോൾ ബീറ്റ റേഡിയേഷൻ്റെ പ്രത്യേകത ബീറ്റ പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന റേഡിയേഷൻസ് ആണ്. സെയിം ചാർജും മാസുമാണ് ഇലക്ട്രോണിൻ്റെ കൂട്ട് തന്നെ. അതുപോലെ 2 തരത്തിലുണ്ട്. ഇലക്ട്രോണിൻ്റെ കൂട്ട് തന്നെയുള്ള സെയിം ചാർജുള്ള മാസുള്ള ബീറ്റ റേഡിയേഷനെ നെഗട്രോൺസ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇലക്ട്രോൺസിൻ്റെ കൂട്ട് തന്നെ
ഓക്കെ, ഇലക്ട്രോൺസിൻ്റെ കൂട്ട് തന്നെ മാസ് ഉണ്ട്, പക്ഷെ ചാർജ് വേരിയിങ് ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ അതിനെ പോസിട്രോൺസ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ആൽഫയും ബീറ്റയും കൂടെ ഉള്ള ഒരു കമ്പാരിസൺ ആണ് പറഞ്ഞത്. ബീറ്റ കുറച്ചുകൂടെ സ്മാളർ ആയതുകൊണ്ട് കൂടുതൽ ദൂരം അതിന് സഞ്ചരിക്കാൻ പറ്റുന്നു, കൂടുതൽ സ്പീഡിൽ അതിന് സഞ്ചരിക്കാൻ പറ്റുന്നു, പെനട്രേറ്റിംഗ് പവർ കൂടുതലാണ്. എന്നിരുന്നാലും ക്ലോത്തിങ്സിനെയോ ഗ്ലാസിനെയോ അലൂമിനിയത്തിനെയോ ഒന്നും പെനട്രേറ്റ് ചെയ്യാൻ ബീറ്റ റേഡിയേഷൻസിന് പറ്റത്തില്ല. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, ഇനി അടുത്ത റേഡിയേഷനാണ്. ഈ ഒരു റേഡിയേഷനൂടെ ഉള്ളൂ. അടുത്ത റേഡിയേഷനാണ് ഗാമ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗാമ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം പറഞ്ഞ രണ്ട് റേഡിയേഷനേക്കാൾ അതൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയിട്ടാണ്. ഫോട്ടോൺസ് ആയിട്ട് തന്നെയാണ്, പാക്കറ്റ് ഓഫ് ഫോട്ടോൺസ് ആയിട്ട് തന്നെയാണ് ന്യൂക്ലിയസിൽ നിന്നും എമിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് ഈ പറഞ്ഞ റേഡിയേഷൻസിനേക്കാളൊക്കെ വേവ് ലെങ്ത് വളരെ കുറവും അതുകൊണ്ട് തന്നെ എനർജി ഏറ്റവും കൂടുതലുമായിട്ടുള്ള റേഡിയേഷനാണ് ഈ ഗാമ റേസ് എന്ന് പറഞ്ഞാൽ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എനർജി ഉള്ള റേഡിയേഷനായിട്ട് നമുക്ക് ഗാമ റേഡിയേഷനെ പറയാം. വേവ് ലെങ്ത് വളരെ കുറവാണ്. എമിറ്റ് ചെയ്യുന്നത് പാക്കറ്റ്സ് ഓഫ് ഫോട്ടോൺ ആയിട്ടാണ്. ഫോട്ടോൺസ്, PHOTONS, ഫോട്ടോൺസ് ആയിട്ടാണ് എമിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാച്ചുറൽ പ്രോസസ്സ് വഴിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ പ്രോസസ്സിൽ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ന്യൂട്രോൺ സ്റ്റാറുകളിൽ, അതുപോലെ തന്നെ സൂപ്പർനോവ എക്സ്പ്ലോഷൻസിലുമൊക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് ഒക്കെ നടത്തുമ്പോഴാണ് ആർട്ടിഫിഷ്യലായിട്ട് ഇത് കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ പ്രോസസ്സിൽ ലൈറ്റനിങ്ങിലും ഗാമ റേഡിയേഷൻസ് ഭൂമിയിൽ എത്താറുണ്ട്. പിന്നെ ഹൈ എനർജി ഉള്ള റേഡിയേഷൻ ആയതുകൊണ്ട് തന്നെ ഹയസ്റ്റ് പെനട്രേറ്റിംഗ് പവറാണ്. കോൺക്രീറ്റിനെ വരെ തുളച്ചു കയറാനുള്ള കഴിവ് ഈ ഗാമ റേഡിയേഷൻസിനുണ്ട്. അപ്പം ഗാമ റേഡിയേഷൻസ് അത്രേ ഉള്ളൂ. അത് പാക്കറ്റ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺസ് ആയിട്ടാണ് എമിറ്റ് ചെയ്യുന്നത്. പിന്നെ സ്മോളസ്റ്റ് വേവ് ലെങ്ത് ആണ്, ഹയസ്റ്റ് എനർജിയാണ്, ഹയസ്റ്റ് പെനട്രേറ്റിംഗ് പവറാണ്. പിന്നെ കോൺക്രീറ്റ് വരെ സെവറൽ സെൻറ്റിമീറ്റേഴ്സ് ഓഫ് കോൺക്രീറ്റിനെ വരെ പെനട്രേറ്റ് ചെയ്യാൻ കഴിവുള്ള മോളിക്യൂളാണ്. അപ്പം അത്രയേ ഉള്ളൂ ഗാമ റേഡിയേഷൻസ്. അപ്പം ഞാൻ ഈ റേഡിയേഷൻസ് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ? ഇതിൽ നിങ്ങളുടെ ടെക്സ്റ്റ്, നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് വിജയകുമാർ സാറിൻ്റെ ആണോ? ഈ ടെക്സ്റ്റിൽ ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് അഡീഷണലായിട്ട് കുറച്ചൊന്ന് രണ്ട് പോയിന്റ്സ് കൂടെ ഉൾപ്പെടുത്തി പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞേക്കെ? അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ നോട്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഇനി ഞാൻ ഒരു കൊച്ചു ടോപ്പിക് കൂടെ എടുത്തോട്ടെ? കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് വല്ല എന്നോട് പറയാനുണ്ടോ? ഇടയ്ക്ക് ഒരു ബ്രേക്ക് വേണമെങ്കിൽ ബ്രേക്ക് എടുക്കാം. എന്തെങ്കിലും പറയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാടാനോ അങ്ങനെ എന്തെങ്കിലും? വേണ്ട. ഓക്കെ, അപ്പൊ പോട്ടെ. ഹരിപ്രിയ എന്നെ ഒരു ദിവസം വിളിച്ചിരുന്നോ? ഹരിപ്രിയ, സുവോളജിയിൽ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ഇത്തിരി ഡീവിയേറ്റഡ് ടോപ്പിക്കാണ്. നിങ്ങൾ കെമിസ്ട്രി പഠിച്ച, അല്ലെങ്കിൽ ഇതൊരു ഫിസിക്സ് റിലേറ്റഡ് ആണെന്ന് പറയാം. ഈ ഒരു ടോപ്പിക്ക് നമ്മുടേതായിട്ട് ചേർത്ത് വെച്ച് പഠിച്ചത് ഇതിൻ്റെ ഒരു നമ്മുടെ ഹെൽത്തുമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇത് ദൂഷ്യമാണെന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ അയനൈസിങ് റേഡിയേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞു, അയോൺസിനെ ഫോം ചെയ്യിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത്ര നമ്മുടെ അതുപോലെ തന്നെ കെമിക്കൽ സ്ട്രക്ചേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ DNA ഉൾപ്പെടെയുള്ള മോളിക്യൂൾസിനും ഒന്നും അത്ര നല്ലതല്ലെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അയനൈസിങ് റേഡിയേഷൻസ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ആണ്. അപ്പോൾ ഈ അയനൈസിങ് റേഡിയേഷന് ഹ്യൂമൻ ഹെൽത്തിന് വല്ല റോളും ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളെ അത് ബാധിക്കുന്നുണ്ടോ എന്ന് ആദ്യമായിട്ട് പഠിച്ചത് JH മുള്ളർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ അയനൈസിങ് റേഡിയേഷൻസിന് മ്യൂട്ടേഷൻസ് ഉണ്ടാക്കാൻ കഴിവുണ്ടെന്ന് കണ്ടെത്തിയ ആൾ. JH മുള്ളറാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ദാറ്റ് മ്യൂട്ടേഷൻസ് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ലിവിങ് സെൽസ് ബൈ അയനൈസിങ് റേഡിയേഷൻ. അപ്പോൾ ഈ മുള്ളർ പക്ഷേ നമ്മളിലല്ല, ഹ്യൂമൻ ബീങ്സിലല്ല എക്സ്പെരിമെൻ്റ് നടത്തിയത്. ഡ്രോസോഫില എന്ന് പറയുന്ന നമ്മുടെ കണ്ണീച്ച എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പഴയ ഈച്ച, കുഞ്ഞീച്ച. ഈച്ച സിനിമയിലെ വലിയ ഈച്ചയല്ല, ചെറിയ ഈച്ച. നിങ്ങൾക്ക് അറിയത്തില്ലേ ഡ്രോസോഫിലെ? അത് തന്നെ, ആ ഈച്ചയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇതിനെ പഠിച്ച് അതിന് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നുണ്ട്. സെക്സ് ലിങ്ക്ഡ് റിസസീവ് മ്യൂട്ടേഷൻസ് ഡ്രോസോഫിലയിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് ആദ്യം പഠിച്ച ഒരു സയൻറ്റിസ്റ്റാണ്. ഈ ഡ്രോസോഫില നമ്മൾ ഒത്തിരിയേറെ മോളിക്കുലർ ബയോളജി സ്റ്റഡീസിൽ ഉപയോഗിക്കുന്ന ഒരു ജീവിയാണ്.
അതുകൊണ്ട് തന്നെ മുള്ളർ അന്ന് പഠിച്ചത് ഡ്രോസോഫിലയിലാണ്. പിന്നീട് പല സയൻറ്റിസ്റ്റുകൾക്കും കണ്ടെത്താൻ കഴിഞ്ഞു ഇത് നമ്മുടെ സെല്ലുകൾക്കും ടിഷ്യൂസിനും ഓർഗാനിസത്തിനും മൊത്തത്തിലും ഒക്കെ ഈ റേഡിയേഷൻസിനെ കൊണ്ട് ഒത്തിരിയേറെ ഡാമേജുകൾ ഉണ്ടാവുന്നുണ്ടെന്ന്. അപ്പം നമ്മൾ പല സാഹചര്യത്തിലാണ് ഈ റേഡിയേഷൻസുമായിട്ട് എക്സ്പോസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ മൊബൈൽ ഫോൺ അതിൻ്റെ റേഡിയേഷൻ എഫക്ട്സ് സത്യത്തിൽ പഠനം തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം നമ്മുടെ കയ്യിൽ എത്തിയിട്ട് 10-20 വർഷത്തെ ഒരു ഗ്യാപ്പേ വരുന്നുള്ളൂ. അപ്പം എത്രത്തോളം ഇതിന് നമ്മളിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, നമ്മുടെ ഹെൽത്തിനെ ഇത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഒരു റിസൾട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല, കാരണം അതിനുള്ളൊരു ടൈം ആയിട്ടില്ല. എന്നാലും പല സയൻറ്റിസ്റ്റുകളും പറയുന്നുണ്ട് ഇത് ബ്രെയിൻ ട്യൂമർ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ റേഡിയേഷൻസ് നമ്മുടെ ഹോമിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടാം, പബ്ലിക് പ്ലേസുകളിൽ നിന്നും കിട്ടാം, വർക്ക് പ്ലേസുകളിൽ നിന്ന്. അപ്പോൾ ഒക്യുപ്പേഷണൽ എക്സ്പ്ലോഷേഴ്സ് ഒക്കെ ചിലവർക്ക് ഇപ്പം ന്യൂക്ലിയർ റിയാക്ടറുകൾ അല്ലെങ്കിൽ അങ്ങനെ ഈ റേഡിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരിൽ, മൈനിങ് നടത്തുന്ന ആൾക്കാരിൽ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഒക്കെ നമുക്ക് ഈ റേഡിയേഷൻ എക്സ്പ്ലോഷേഴ്സ് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ റേഡിയേഷൻസ് കൊണ്ടുള്ള ബാഡ് എഫക്ട്സ് നമ്മുടെ ഹെൽത്തിൽ ഉണ്ടാവാം. അപ്പം ഈ എന്തായാലും അയണൈസിങ് റേഡിയേഷൻസിന് എല്ലാ റേഡിയേഷൻസും അയണൈസിങ് അല്ല, നമ്മൾ അയണൈസിങ് റേഡിയേഷൻസിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അയണൈസിങ് റേഡിയേഷൻസിന് ഹ്യൂമൻസിൽ അയണൈസിങ് റേഡിയേഷൻ്റെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ആ റേഡിയേഷൻസിന് ഹ്യൂമനിൽ നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉള്ളത് ഹെൽത്തിൽ. കാരണം അവരെന്തായാലും ഹൈലി റിയാക്റ്റീവായിട്ടുള്ള അയോൺസുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അയോൺസുകളെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് അത് നമ്മുടെ ശരീരത്തിൽ ഒത്തിരിയേറെ ഡാമേജുകൾ, റേഡിയേഷൻ ഡാമേജുകൾ ഈ അയണൈസിങ് റേഡിയേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളമാണ് ഈ റേഡിയേഷൻ ഡാമേജ് ഉണ്ടാക്കുന്നതെന്നുള്ളത് 3-4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഏത് ടൈപ്പ് റേഡിയേഷനാണ്, നമ്മൾ ഏത് ടൈപ്പ് റേഡിയേഷനാണ് എക്സ്പ്ലോഷർ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഡോസേജ്, ആ റേഡിയേഷൻ്റെ തന്നെ എത്രത്തോളം ഡോസ് നമ്മുടെ ശരീരത്തിലൂടെ പോയിട്ടുണ്ട്, അതുപോലെ എനർജി ലെവൽ, ആ റേഡിയേഷൻ്റെ എനർജി ലെവൽ, അത് എത്രത്തോളം നേരം നമുക്ക് ആ ഒരു റേഡിയേഷൻ നമ്മൾ ആ റേഡിയേഷന് വിധേയമായി ടൈം, അതുപോലെ ഫ്രീക്വൻസി ഓഫ് എക്സ്പ്ലോഷർ എന്ന് വെച്ചാൽ തുടരെ നമ്മൾ ആ റേഡിയേഷൻ എക്സ്പ്ലോഷർ ആയിട്ടുണ്ടോ. അപ്പോൾ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ റേഡിയേഷൻ ഡാമേജ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ റേഡിയേഷൻ ഡാമേജ് ഡ്യൂ ടു ആൻ അയണൈസിങ് റേഡിയേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഓർ ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ടൈപ്പ് ഓഫ് റേഡിയേഷൻ, ഡോസേജ് ഓഫ് റേഡിയേഷൻ, എനർജി ലെവൽ ഓഫ് റേഡിയേഷൻ, ടൈം ഓഫ് എക്സ്പ്ലോഷർ ആൻഡ് ഫ്രീക്വൻസി ഓഫ് എക്സ്പ്ലോഷർ. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എത്രത്തോളം എഫക്റ്റാണ് ഒരു അയണൈസിങ് റേഡിയേഷൻ നമ്മളിൽ ഉണ്ടാക്കുന്നതെന്നുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റ് ഒരു റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാം എന്നുള്ളത് ഇത്രയും ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ മെയിനായിട്ടും ഈ ഹ്യൂമൻ ഹെൽത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ നമ്മുടെ DNA നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം DNA-യിൽ തന്നെ ക്രോമസോമൽ അബറേഷൻസും ഇതുണ്ടാക്കുന്നുണ്ട്, പോയിന്റ് മ്യൂട്ടേഷൻസും ഉണ്ടാക്കുന്നുണ്ട്. ക്രോമസോമൽ അബറേഷൻസ് ആൻഡ് പോയിന്റ് മ്യൂട്ടേഷൻ. അപ്പം മ്യൂട്ടേഷനും ഉണ്ടാക്കുന്നുണ്ട്, ക്രോമസോമൽ അബറേഷൻസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേത് DNA-യിൽ ഉണ്ടാക്കുന്ന എന്തൊക്കെയാണ് മേജർ എഫക്റ്റ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ DNA ആണ് എപ്പോഴും അയണൈസിങ് റേഡിയേഷൻ്റെ മേജർ ടാർഗറ്റ് എന്ന് പറയുന്നത്. മറ്റേതെങ്കിലും പ്രോട്ടീൻസിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോളിക്യൂൾസിനെ, ഇപ്പോൾ ലിപ്പിഡ്സിനെയോ അങ്ങനെയൊക്കെ ബാധിക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയ ഇല്ലെഫക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. നമ്മുടെ പ്ലാസ്മ മെമ്പറൈനിന് ചില അയോണിക് ഇംബാലൻസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടാക്കത്തുള്ളൂ. പ്രോട്ടീൻസിനെ ബാധിച്ചാൽ തന്നെ ചിലപ്പോൾ നമ്മുടെ സെൽസ് കുറച്ച് നാളത്തേക്ക് അബ്നോർമലായിട്ട് ഫങ്ഷൻ ചെയ്തിട്ട് പിന്നെ ഒരു ഡ്രഗ് വല്ലതും കഴിക്കുമ്പോൾ നമ്മളങ്ങ് നോർമലൈസ് ചെയ്യും. അതേസമയം അയണൈസിങ് റേഡിയേഷൻ നേരിട്ട് നമ്മുടെ DNA ആണ് ബാധിക്കുന്നതെങ്കിൽ നമുക്ക് റേഡിയേഷൻ ടോക്സിസിറ്റി ഉണ്ടാവും. അപ്പം അതിന് പ്രധാന കാരണം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസ് ഹൈലി റിയാക്റ്റീവ് ആണ്. അവർക്ക് DNA മോളിക്യൂൾസിനെ തൊട്ടടുത്തെത്തിയിരിക്കുന്ന ഈ റേഡിയേഷൻ ഹിറ്റ് ചെയ്യുന്ന റീജിയൻ അടുത്തിരിക്കുന്ന DNA മോളിക്യൂൾസിനെയൊക്കെ ഓൾട്ടർ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് ഓൾട്ടർ ചെയ്യുമ്പോൾ 2 തരത്തിലുള്ള ഓൾട്ടറേഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. മനസ്സിലാവുന്നോ കുഞ്ഞുങ്ങളെ? ഓക്കെ. അപ്പം DNA മോളിക്യൂൾസിനെ ഓൾട്ടർ ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞത്. 2 തരത്തിലുള്ള ഓൾട്ടറേഷൻസ് ആണ് ഉണ്ടാക്കുന്നത് DNA-യിൽ. ഒന്നാമത്തേത് സിംഗിൾ സ്ട്രാൻഡഡ് ബ്രേക്സ് അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് ബ്രേക്സ്. അപ്പോൾ DNA ആൾട്ടർ ചെയ്യുമെന്നാണ് പറഞ്ഞത് അയണൈസിങ് റേഡിയേഷൻസ്. അയണൈസിങ് റേഡിയേഷൻസ് ഉണ്ടാക്കുന്ന അയോൺസ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് ആണ് അടുത്തിരിക്കുന്ന DNA മോളിക്യൂൾസിനെയൊക്കെ കയറി അറ്റാക്ക് ചെയ്യുന്നത്.
അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് 2 തരത്തിലുള്ള ബ്രേക്കുകൾ അത് DNA ഉണ്ടാക്കുന്നുണ്ട്. ഒന്നുകിൽ സിംഗിൾ സ്ട്രാൻഡഡ് ബ്രേക്ക്. നമുക്കറിയാം നമ്മുടെ DNA എന്ന് പറഞ്ഞാൽ ഡബിൾ സ്ട്രാൻഡഡാണ്. ഡബിൾ സ്ട്രാൻഡഡിൽ ഒരു സ്ട്രാൻഡിൽ മാത്രമേ ബ്രേക്ക് ഉണ്ടാക്കുന്നുള്ളെങ്കിൽ നമ്മളതിനെ സിംഗിൾ സ്ട്രാൻഡഡ് ബ്രേക്ക് എന്ന് പറയും. അതല്ല 2 സ്ട്രാൻഡിലും ബ്രേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡബിൾ സ്ട്രാൻഡഡ് ബ്രേക്ക് എന്ന് പറയും. അപ്പം ഈ സിംഗിൾ സ്ട്രാൻഡഡ് ബ്രേക്ക് ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം DNA അടുത്ത സെൽ സൈക്കിളിൽ പോകുമ്പോഴത്തേന് തന്നെ DNA റിപ്പയർ മെക്കാനിസം ഉണ്ട്. അപ്പോൾ ആ റിപ്പയർ മെക്കാനിസം വഴി അത് ഈസിലി അങ്ങ് റിപ്പയർ ആയി പൊക്കോളും. ഈ സിംഗിൾ സ്ട്രാൻഡഡ് ബ്രേക്കുകൾ നമ്മുടെ ശരീരം തന്നെ അങ്ങ് റിപ്പയർ ചെയ്ത് മാറ്റിക്കോളും. അതേസമയം 2 സ്ട്രാൻഡിനെ ഇത് മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് മ്യൂട്ടേഷന് വിധേയമാകും, അല്ലെങ്കിൽ പോയിന്റ് മ്യൂട്ടേഷന് കാരണമാകും. അപ്പം ഡബിൾ സ്ട്രാൻഡഡ് ബ്രേക്സ് ആണ് ഈ അയനൈസിങ് റേഡിയേഷൻ നമ്മുടെ DNA ഉണ്ടാക്കുന്നതെങ്കിൽ അത് പോയിന്റ് മ്യൂട്ടേഷന് കാരണമാകുന്നു. സിംഗിൾ സ്ട്രാൻഡ് ബ്രേക്സേ ഉണ്ടാക്കുന്നുള്ളെങ്കിൽ DNA റിപ്പയർ മെക്കാനിസം വഴി നമ്മുടെ ബോഡി തന്നെ ആ ഒരു സിംഗിൾ സ്ട്രാൻഡ് ബ്രേക്കിനെ ഒട്ടിച്ചിട്ട് ആ ബ്രേക്കേജിനെ ഡിഗേറ്റ് ചെയ്തങ്ങ് മാറ്റി ഒട്ടിച്ച് അത് വൃത്തിയാക്കി എടുക്കും. ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് മിക്കവാറും ഒട്ടിയിലും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല. അത് മ്യൂട്ടേഷനിലേക്ക് മാറും. ഒരു കൊച്ചു പോയിന്റ് മ്യൂട്ടേഷനൊന്നും വന്നാൽ നമുക്ക് ഒരു ലൈഫ് ത്രെറ്റനിങ് അല്ല മിക്കവാറും. പക്ഷേ ഒത്തിരിയേറെ പോയിന്റ് മ്യൂട്ടേഷൻസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്താൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഇറ്റ് ക്യാൻ ബി ഫേറ്റൽ. നമ്മുടെ ലൈഫിനെ തന്നെ എന്ത് ചെയ്യാം, ഇല്ലാതാക്കുന്ന രീതിയിൽ പോകാം. അതാണ് നമ്മൾ റേഡിയേഷൻ എക്സ്പ്ലോഷർ, എത്രത്തോളം എക്സ്പ്ലോർ ചെയ്തു, അതിൻ്റെ ഫ്രീക്വൻസി എത്ര വട്ടം നമ്മൾ റേഡിയേഷൻ, ഓരോ വട്ടം നമ്മളിങ്ങനെ റേഡിയേഷൻ എക്സ്പ്ലോഷർ ചെയ്യുമ്പോഴും ഓരോ പോയിന്റ് മ്യൂട്ടേഷൻ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഫേറ്റൽ കണ്ടീഷൻസ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ അത്രയും ഫാക്ടേഴ്സിനെ ആദ്യമേ പറഞ്ഞത്. മാറ്റങ്ങളാണ്. അപ്പോൾ ക്രോമസോമിൻ്റെ ആംസിൽ ബ്രേക്കേജ് സംഭവിക്കുന്നു. അപ്പോൾ ക്രോമസോം ആം ബ്രേക്ക് സംഭവിക്കുമ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്രോമസോമിൻ്റെ ചില പോർഷൻസ് ഒന്നുകിൽ മുറിഞ്ഞു മാറാം, അല്ലെങ്കിൽ അത് മുറിഞ്ഞ പോർഷൻ ഒരിടത്ത് നിന്ന് മാറി മറ്റൊരിടത്ത് പോയി ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത് ഫിക്സ് ആവാം. അപ്പോൾ ക്രോമസോമൽ ഡിലീഷൻസും ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻസും ഒക്കെ ഈ ക്രോമസോമൽ ബ്രേക്കേജിൻ്റെ ഭാഗമായിട്ട് നടക്കും. അപ്പോൾ അത് ഒന്നുകിൽ DNA സിന്തസിസിന് മുമ്പ് നടക്കാം, അല്ലെങ്കിൽ DNA സിന്തസിസിന് ശേഷം നടക്കാം. എന്തുമായാലും ഈ ക്രോമസോമൽ അബറേഷൻസ് എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് ബ്രേക്കിനേക്കാളും ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്കിനേക്കാളും എല്ലാം തന്നെ സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്ന മ്യൂട്ടേഷൻസിന് കാരണമാകുന്നു. അപ്പം ഇങ്ങനെ അയണൈസിങ് റേഡിയേഷൻ ക്രോമസോമൽ ബ്രേക്കേജ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ക്ലാസ്റ്റോജൻസ് എന്ന് പറയും. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇനി അയണൈസിങ് റേഡിയേഷൻ്റെ തന്നെ മ്യൂട്ടേഷൻസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ അയണൈസിങ് റേഡിയേഷൻസ് ക്രോമസോമൽ മ്യൂട്ടേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. DNA മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞത്. അതും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇനി ക്രോമസോമൽ മ്യൂട്ടേഷൻസ് ആയിട്ട് ഉണ്ടാക്കുന്നത് 2 തരത്തിലുള്ള മ്യൂട്ടേഷൻ ഉണ്ടാകുന്നുണ്ട്. ജെർമിനൽ മ്യൂട്ടേഷനും സൊമാറ്റിക് മ്യൂട്ടേഷനും. ജെർമിനൽ മ്യൂട്ടേഷൻ ആൻഡ് സൊമാറ്റിക് മ്യൂട്ടേഷൻ. അപ്പോൾ ജെർമിനൽ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നോൺ റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസിലാണ് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ സൊമാറ്റിക് മ്യൂട്ടേഷൻ എന്നും, റീപ്രൊഡക്റ്റീവ് ടിഷ്യൂവിലാണ് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ ജെർമിനൽ മ്യൂട്ടേഷൻ എന്നുമാണ് പറയുന്നത്. അപ്പം റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുമ്പം ഓവറീസും ടെസ്റ്റിസും ഒക്കെയാണ് റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസിൽ മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഓവറീസും ടെസ്റ്റിസിനും ഒക്കെ മ്യൂട്ടേഷൻ സംഭവിക്കുകയും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്സും സ്പേംസും ഒക്കെ മ്യൂട്ടേറ്റഡ് ആവുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അപ്പം എഗ്ഗും സ്പേമും മ്യൂട്ടേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എംബ്രിയോ ഡിഫക്റ്റീവ് ആയിരിക്കും. അതിൽ നിന്ന് ഉണ്ടാകുന്ന ഓസ്പ്രിങ്സ് അബ്നോർമലും ആയിരിക്കും. അപ്പോൾ ജെർമിനൽ മ്യൂട്ടേഷൻ്റെ പ്രത്യേകത അത് റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസ് ആയിട്ടുള്ള ഓവറീസിലും ടെസ്റ്റിസിലുമാണ് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നത്. തൽഫലമായിട്ട് മ്യൂട്ടേറ്റഡ് എഗ്സും സ്പേംസും ഫോം ചെയ്യുന്നു. ഡിഫക്റ്റീവായിട്ടുള്ള എംബ്രിയോ, അബ്നോർമലായിട്ടുള്ള ഓസ്പ്രിങ്സ് ഒക്കെ ഉണ്ടാകും. മനസ്സിലായോ? അപ്പോൾ ജെർമിനൽ മ്യൂട്ടേഷൻ ഇറ്റ് occurs in reproductive tissues like ovaries and testes, and it result in the formation of mutated eggs and sperms which result in abnormal offsprings. ഇനി അടുത്ത മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സൊമാറ്റിക് മ്യൂട്ടേഷനാണ്. സൊമാറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് സൊമാറ്റിക് സെൽസിലാണ്, അതായത് നമ്മുടെ ബോഡി സെൽസിലാണ്, നോൺ റീപ്രൊഡക്റ്റീവ് സെൽസിലായിരിക്കും ഈ മ്യൂട്ടേഷൻ ഉണ്ടാവുന്നത്.
അപ്പം അതുകൊണ്ട് തന്നെ നോൺ റീപ്രൊഡക്റ്റീവ് സെൽസിലായതുകൊണ്ട് തന്നെ അത് എന്താണ് ഓസ്പ്രിങ്ങിലേക്കൊന്നും, അതായത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിലേക്കൊന്നും ക്യാരി ചെയ്യുന്നില്ല. നമുക്കെന്തെങ്കിലും അത് വരുന്ന സൊമാറ്റിക് മ്യൂട്ടേഷൻസ് വരുന്ന ആൾക്ക് എന്തെങ്കിലും അബ്നോർമൽ ഗ്രോത്തോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ആ മ്യൂട്ടേഷൻസ് അങ്ങ് മാറും. ഈ ഇങ്ങനെ ഉണ്ടാവുന്ന റേഡിയേഷൻ മൂലം ഉണ്ടാവുന്ന ഈ മ്യൂട്ടേഷൻ അക്യുമുലേറ്റ് ചെയ്താൽ, അതായത് നമ്മൾ എപ്പോഴും റേഡിയേഷൻ എക്സ്പ്ലോഷർ ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ അബ്നോർമൽ ഗ്രോത്ത് ക്യാൻസറസ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കോമൺ ആയിട്ടും റേഡിയേഷൻ മൂലം സൊമാറ്റിക് സെൽസിനുണ്ടാകുന്ന ക്യാൻസേഴ്സ് എക്സാമ്പിളാണ് ലുക്കീമിയയും ബ്രസ്റ്റ് ക്യാൻസറും.